എല്ലാവർക്കും നമസ്കാരം. എയർഫോഴ്സ് ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻ ഫോം അയക്കുന്ന പ്രൊസീജിയറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. മിനിമം 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ അയക്കാം. തപാൽ വഴിയാണ്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജൂൺ 15-ാം തീയതിക്ക് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അഡ്രസ്സിലേക്ക് എത്തണം. ജൂൺ 15-ന് അപേക്ഷ അയച്ചിട്ട് കാര്യമില്ല. ജൂൺ 15-ാം തീയതിക്ക് മുന്നേ, ജൂൺ 15-ന് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അഡ്രസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് അന്ന് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതുപോലെ 2 പേജ് ആപ്ലിക്കേഷൻ ഫോം. ഈ 2 ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പ്രിൻ്റ് എടുത്ത് വയ്ക്കണം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അത് ഡയറക്റ്റ് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ 2 എൻവലപ്പ് കവർ ഇതുപോലെ, ഒന്ന് ചെറിയൊരു സൈസിലും ഒന്ന് വലിയൊരു സൈസിലും, ഏകദേശം ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. 2 എൻവലപ്പും വാങ്ങിച്ചു വയ്ക്കുക. അപ്പോൾ 2 എൻവലപ്പായി 2 ആപ്ലിക്കേഷൻ ഫോം. ഒന്ന് അഡ്മിറ്റ് കാർഡാണിത്, ഇത് ഫോം. രണ്ടും നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക. ഇത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, ഇത് വാങ്ങിച്ചു വയ്ക്കുക. അതിന് പുറമെ നിങ്ങൾ 10 രൂപയുടെ സ്റ്റാമ്പും 20 രൂപയുടെ സ്റ്റാമ്പും വാങ്ങിച്ചു വയ്ക്കണം. അപ്പോൾ എന്തൊക്കെയാ, ഈ ആപ്ലിക്കേഷൻ ഫോം, 2 എൻവലപ്പ്, 10 രൂപയുടെ സ്റ്റാമ്പ്, 20 രൂപയുടെ സ്റ്റാമ്പ്, ഇത്രയും കാര്യങ്ങൾ വാങ്ങിച്ചു വെച്ചു. ഇനി ഒരു പാൻ എടുക്കുക. അതിനുശേഷം നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അയക്കുക. അപ്പോൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തരാം. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അത് കണ്ടിട്ട് വരിക. ജസ്റ്റ് ഞാൻ ഷോർട്ടായിട്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. എയർഫോഴ്സിൽ യൂണിഫോം ജോബല്ല, ഗ്രൂപ്പ് സി സിവിൽ ജോബാണ്. 4 പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത്. ഓരോ പോസ്റ്റുകൾ LD ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക്, സ്റ്റോർ കീപ്പർ, കാർപ്പൻ്റർ, പെയിൻറ്റർ, MTS, മെസ് സ്റ്റാഫ്, ലൗണ്ട്രിമാൻ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, വോൾക്കനൈസർ, സിവിൽ, മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റുകൾ. അപ്പോൾ ഇതാണ് പോസ്റ്റൽ അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. മൊത്തം 4 പോസ്റ്റൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. 4 പോസ്റ്റൽ അഡ്രസ്സിലേക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ അയക്കണമെങ്കിൽ അയക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്ക് വന്ന പോസ്റ്റിൽ നിങ്ങളുടെ കാറ്റഗറി ജനറൽ, OBC, SC, ST, EWS, അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ഒഴിവ് വന്നിട്ടുണ്ടോ നോക്കണം. ഇതാണ് ഒഴിവുകൾ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. ഒഴിവുകൾ വന്ന പോസ്റ്റ് നോക്കുക, നിങ്ങളുടെ കാറ്റഗറി നോക്കുക, അതിലേക്ക് അപേക്ഷ അയക്കുക. പോസ്റ്റൽ അഡ്രസ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റ് 18 to 25 ജനറൽക്കാർക്ക്, 3 വർഷം OBCക്കും, 5 വർഷം SC, ST അപേക്ഷ അയക്കാം. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എംപ്ലോയീസിന് അതിൻ്റേതായ ഇളവുകൾ കൊടുക്കുന്നുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റ് ഉണ്ട്. പിന്നെ പ്ലസ് ടു മുതൽ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് 10ാം ക്ലാസ്, +2. സെലക്ഷൻ പ്രൊസീജിയർ, റിട്ടൺ എക്സാമും സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷനിൽ കാണാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ ഫോം, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു പേജാണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് എങ്ങനെ അപേക്ഷ അയക്കാമെന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമാണ് എടുക്കേണ്ടത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ ആദ്യം ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ആണ്. അപ്പോൾ ഏത് പോസ്റ്റാണോ അപേക്ഷ അയക്കുന്നത്, ഞാൻ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആയതുകൊണ്ട് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, MTS എന്ന് ഷോർട്ടായിട്ട് എഴുതി. ഇനി യൂണിറ്റാണ് ചോദിക്കുന്നത്, അതായത് MTS വരുന്ന യൂണിറ്റ് ഈസ്റ്റേൺ എയർ കമാൻഡാണ്. അത് നോട്ടിഫിക്കേഷനിലുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം കേട്ടോ. നോട്ടിഫിക്കേഷനിൽ മോൾ ഭാഗത്ത് കാണാം, ഓരോ പോസ്റ്റിൻ്റെ മോൾ ഭാഗത്ത്, അതായത് ഓരോ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ മോൾ ഭാഗത്തായിട്ട് ഈസ്റ്റേൺ എയർ കമാൻഡ്, വെസ്റ്റേൺ എയർ കമാൻഡ് എന്ന് കാണാം. അപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഏകദേശം കുറച്ചധികം വാക്കൻസി വന്ന പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്കാണ് അപേക്ഷ അയക്കുന്നത്. നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപേക്ഷ അയക്കുന്നത് അതിവിടെ എഴുതുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാറ്റഗറിയിലുള്ള വാക്കൻസി ഒക്കെ നോക്കുക, അതിന് ശേഷം പോസ്റ്റ് എഴുതുക. ഈസ്റ്റേൺ എയർ കമാൻഡ് എന്ന് യൂണിറ്റ് എഴുതി. അപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് പോസ്റ്റ് അപ്ലൈഡ് ഫോർ. ഇതേപോലെ തന്നെ എഴുതാം. ഇവിടെ MTS എന്ന് എഴുതി, ഇവിടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് എഴുതി. നിങ്ങളുടെ പേര് എല്ലാം നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഫില്ല് ചെയ്യുക. എൻ്റെ പേരെഴുതി, അച്ഛൻ്റെ പേര്, ഫാദേഴ്സ് നെയിം എഴുതി, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ എഴുതുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ കയ്യിൽ വയ്ക്കുക. അപ്പോൾ ഒരു കോപ്പിയായി സെൽഫ് അറ്റസ്റ്റഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ വയ്ക്കുക. ഇനി ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 15-ാം തീയതിയാണ്. ജൂൺ 15-ാം തീയതിക്ക് നിങ്ങൾക്ക് എത്ര വയസ്സ്, മാസം, ദിവസം, അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഗൂഗിളിൽ കയറുക, ഏജ് കാൽക്കുലേറ്റർ എന്ന് അടിക്കുക. അതിന് ശേഷം നിങ്ങളത് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഏജ് കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഇതാണ് ഏജ് കാൽക്കുലേറ്ററിൻ്റെ സൈറ്റ്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ അവിടെ അടിച്ചു കൊടുക്കുക, ആദ്യത്തെ ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏജ് അറ്റ് ദ ഡേറ്റ് ഓഫ്, അവിടെ ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ്, ജൂൺ 15 2025 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായി. അതിനുശേഷം നിങ്ങൾ കാൽക്കുലേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം ഏജ് 24 ഇയേഴ്സ് 0 മന്ത് 26 ഡേയ്സ്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ എഴുതേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അവിടെ എഴുതി. അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് കറസ്പോണ്ടൻറ്റ് അഡ്രസ്സാണ്. അതായത് നിങ്ങളുടെ അഡ്രസ്സ്. ഇവിടെ ആദ്യം നിങ്ങൾ വീട്ടും പേര് എഴുതണം, വീട്ടു നമ്പർ. ഞാൻ എഴുതിയിട്ടില്ല, വീട്ടു നമ്പർ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഇവിടെ എഴുതുക, ജില്ല എഴുതുക, സ്റ്റേറ്റ് കേരള എന്ന് എഴുതുക, പിൻകോഡ് എഴുതുക. ഇതേ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതേപോലെ തന്നെ ഇവിടെ എഴുതുക. ഇവിടെ ഹൗസ് നമ്പർ എഴുതിയിട്ടില്ല, ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കറസ്പോണ്ടൻറ്റും പെർമനൻറ്റും രണ്ടാണെങ്കിൽ, അതായത് ആധാർ കാർഡിലുള്ള അഡ്രസ്സും നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സും ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി കാസ്റ്റ്, ജനറൽ, OBC, SC, ST. ഞാൻ ജനറൽ ആയതുകൊണ്ട് ജനറൽ എന്ന് എഴുതി. SC, ST, OBC ആണെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് എടുത്ത് വെക്കുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അല്ല, ഞാൻ അപേക്ഷ അയക്കുന്ന പോസ്റ്റ് MTS ആയതുകൊണ്ട് 10ാം ക്ലാസ് മതി. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് 10th പാസ് എന്ന് എഴുതി. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എഴുതണമെന്നില്ല, നിങ്ങൾ അപേക്ഷ അയക്കുന്ന ക്വാളിഫിക്കേഷൻ മാത്രം എഴുതിയാലും മതി. അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റും നിങ്ങൾ മാറ്റി വയ്ക്കുക, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇനി അതർ ക്വാളിഫിക്കേഷൻ ഓർ എക്സ്പീരിയൻസ്, വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ അതവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നില്ലെന്ന് എഴുതിയാൽ മതി. അടുത്ത ഓപ്ഷൻ 11ാമത്തെ കാറ്റഗറിയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ജനറലാണ്. അപ്പോൾ ഞാൻ ജനറൽ UR എന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജനറൽ UR എന്ന് എഴുതി. 12ാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് ടെക്നിക്കൽ ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തെങ്കിലും ടെക്നിക്കൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നില്ലെന്ന് എഴുതിയാൽ മതി. പിന്നെ ഡൊമസൈൽ, നമ്മൾ കേരളയാണ്, കേരള എന്ന് എഴുതി. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എടുത്ത് വയ്ക്കണം. ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ S കൊടുക്കുക. S കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പറും പേരൊക്കെ എഴുതണം. ഞാൻ നോന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഡേറ്റ് എഴുതണം. അപേക്ഷ അയക്കുന്ന ഡേറ്റ് എന്നാണോ നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ഇവിടെ എഴുതുക. നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളിവിടെ സൈൻ ചെയ്യുക. ഇത് ഓഫീസ് റെക്കോർഡാണ്, ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന് പുറമെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അതിന് ശേഷം ഇത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ സൈൻ ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സൈൻ ചെയ്യുക. അപ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ആവും. ഫോട്ടോ ഒട്ടിക്കുക, സൈൻ ചെയ്യുക. അപ്പോൾ സെൽഫ് അറ്റസ്റ്റ് ആയി. അപ്പോൾ ഫോട്ടോ ഒട്ടിക്കാൻ മറക്കണ്ട. ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇവിടെ ഡേറ്റ്, ഇവിടെ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഈ ഒരു അഡ്മിറ്റ് കാർഡാണ് നമുക്ക് തിരിച്ചിങ്ങോട്ട് അയച്ചു തരേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ MTS ആണ് അപ്ലൈ എന്ന് പറഞ്ഞു. MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് എഴുതി. നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര് എഴുതി. ഇനി ഇവിടെ ഹൗസ് നമ്പർ, വീട്ടു നമ്പർ. ഇത് കറസ്പോണ്ടൻ്റ് അഡ്രസ്സാണ്. ഹൗസ് നമ്പർ, പോസ്റ്റ് ഓഫീസ്, ജില്ല, സ്റ്റേറ്റ് കേരള എന്ന് എഴുതി. പിൻകോഡ് എഴുതി. ഈ ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യണ്ട. ഇവിടെയും നിങ്ങൾ ഫില്ല് ചെയ്യരുത്. ഇത് അവരൊപ്പിടേണ്ടതാണ്. ഈ ഭാഗത്താണ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും ടൈമും പിന്നെ വെന്യൂം കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അത് അവർ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ഭാഗം മാത്രം ഫില്ല് ചെയ്യുക. 1, 2, 3. അതേപോലെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക, ഫോട്ടോ ഒട്ടിക്കുക. എന്നിട്ട് ഇത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 2 ഫോട്ടോ, ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഇവിടെയും. അത് മറക്കരുത്. അതുപോലെ ഇവിടെ ഡേറ്റ്, സൈന്, ആ കാര്യങ്ങളും മറക്കണ്ട. അപ്പോൾ ഈ 2 പേജ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, 2 എൻവലപ്പ് കവർ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഫില്ല് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. ഇത് വലിയ എൻവലപ്പാണ്. വലിയ എൻവലപ്പിൽ നിങ്ങളിവിടെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് MTS, ഞാൻ MTS ആയതുകൊണ്ട് MTS എന്ന് എഴുതി. കാറ്റഗറി UR ആയതുകൊണ്ട് UR എന്ന് എഴുതി. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ADVTNO എന്ന് എഴുതുക. അതിനുശേഷം ഒരു ഹൈഫ് ഇടുക. 01/2025 ഇതേപോലെ എഴുതുക. നിങ്ങൾ LD ക്ലർക്ക് ആണെങ്കിൽ ഇവിടെ LDC എന്ന് എഴുതുക. നിങ്ങളുടെ കാറ്റഗറി ഇവിടെ എഴുതുക. നിങ്ങളുടെ കാറ്റഗറി അല്ല, അപേക്ഷ അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് ഇവിടെ കറക്റ്റായിട്ട് എഴുതുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റാണോ, കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 01/2025. ഇതെല്ലാവർക്കും കോമൺ ആയിട്ടാണ്, കറക്റ്റായിട്ട് എഴുതി. ഇനി നിങ്ങൾ ഫ്രം എന്ന് എഴുതുക. നിങ്ങളുടെ പേരെഴുതുക, അച്ഛൻ്റെ പേരെഴുതുക, വീട്ടും പേര്,
പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ സ്ഥലം, ജില്ല, കേരള, പിൻകോഡ്, മൊബൈൽ നമ്പർ ഇത്ര എഴുതാം. ഇടത്തെ ഭാഗത്ത് ഫ്രം എന്ന് എഴുതിയിട്ട് എഴുതാം. ഇനി റൈറ്റ് സൈഡിൽ 2 എന്ന് എഴുതാം. എയർ ഓഫീസർ കമാൻഡിങ്, എയർഫോഴ്സ് സ്റ്റേഷൻ അർജൻസി, പനഗ, വെസ്റ്റ് ബംഗാൾ പിൻകോഡ്. അതായത് ഞാൻ അപേക്ഷ അയക്കുന്നത് MTS പോസ്റ്റ് ഈസ്റ്റേൺ കമാൻഡിലേക്ക് ആയതുകൊണ്ട് അവിടുത്തെ എയർഫോഴ്സിൻ്റെ അഡ്രസ്സാണ് ഇത്. ഇവിടേക്കാണ് ഞാൻ അപേക്ഷ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷ അയക്കുന്ന പോസ്റ്റിൻ്റെ യൂണിറ്റും അതുപോലെ എയർഫോഴ്സ് സ്റ്റേഷൻ ഏതാണോ അത് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. മനസ്സിലായി വിചാരിക്കുന്നു. ഇത് വലിയ എൻവലപ്പ്. ഇനി വലിയ എൻവലപ്പിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് 20 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. 20 രൂപയുടെ സ്റ്റാമ്പാണ് ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ചെറിയ എൻവലപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ 2 എന്നെഴുതി പേര്, അച്ഛൻ്റെ പേര്, വീട്ടും പേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ജില്ല, കേരള, പിൻകോഡ്, മൊബൈൽ നമ്പർ ഇത് ഇടത്തെ ഭാഗത്ത് എഴുതേണ്ടത്. ഞാൻ എഴുതുമ്പോൾ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നീങ്ങേണ്ട ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എഴുതിയാലും മതി. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ 20 രൂപയുടെ സ്റ്റാമ്പും ഇതിൽ നിങ്ങൾ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക. അപ്പോൾ അത് ക്ലിയറായി. ഇനി ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഈ ചെറിയ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്, +2 ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചോളൂ. പക്ഷേ 10ാം ക്ലാസ്സിൻ്റെ പോസ്റ്റാണെങ്കിൽ 10ാം ക്ലാസ് മാത്രം മതി. എല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വെക്കുക. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജനറൽക്കാർ വേണ്ട, SC ST OBC വിഭാഗക്കാരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വയ്ക്കുക. ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. പിന്നെ ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. നമ്മൾ ഓൾറെഡി ആധാർ കാർഡ് വെക്കുന്നുണ്ട് എങ്കിലും നിങ്ങളൊന്ന് വെച്ചോളൂ. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ വെക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ 2 ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡൊമൈസൈൽ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ജനന സർട്ടിഫിക്കറ്റ്. ഇത്രയും പ്രൂഫുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിട്ട് പ്രകാരം നിങ്ങൾ മടക്കി വയ്ക്കുക. 2-3 ഫോൾഡ് കൊടുക്കുക. ഈ രീതിയിൽ മടക്കുക. അതിന് ശേഷം നിങ്ങൾ ചെറിയ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 എന്നെഴുതിയ എൻവലപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ചെറിയ എൻവലപ്പിലേക്ക് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ 2 പേപ്പറും നിങ്ങൾ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതും ചെറിയ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാലും മതി. എന്നിട്ടിത് മടക്കുക. എന്നിട്ട് ഈ ഒരു എൻവലപ്പ്, ചെറിയൊരു എൻവലപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വലിയ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ. അപ്പോൾ ചെറിയ എൻവലപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉള്ളത്. ഫോട്ടോയും വേണം, മറക്കണ്ട. 2 ഫോട്ടോ നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് കഴിഞ്ഞു, സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്. അതിന് പുറമെ 2 ഫോട്ടോ വേണം. അത് വലിയ എൻവലപ്പിൻ്റെ ഉള്ളിലേക്കും എല്ലാം കൂടി നിങ്ങൾ വലിയ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ സ്റ്റാമ്പ് ഒട്ടിക്കാൻ മറക്കണ്ട. 10 രൂപയുടെ, ഇവിടെ 20 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കാൻ മറക്കരുത്. അതിനുശേഷം ഈ ഒരു വലിയ എൻവലപ്പിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. നമ്മളിത് നേരെ പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോകുക. അവരോട് പറയുക ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. സ്പീഡ് പോസ്റ്റും രജിസ്റ്റേർഡ് പോസ്റ്റും അല്ല, ഓർഡിനറി പോസ്റ്റായിട്ട് നിങ്ങളിത് അയക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് 15-ാം തീയതി, ജൂൺ 15-ന് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ എത്തണം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് അന്ന് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, റിപ്ലൈ തരാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ കൊണ്ട് കാണാം. ബൈ.